വെൽക്കം ബാക്ക് ഗൈസ്. ഞാൻ വീണ്ടും വന്നിരിക്കുന്നു ഒരു അടിപൊളി റെസിപ്പിയായി. അതെന്താന്നല്ലേ, ഒരു ഡേറ്റ് ചോക്ലേറ്റ് കേക്ക്, അതും ഷുഗർലെസ്, എന്ന നല്ല സ്വീറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. ഒരു സിമ്പിൾ കേക്കാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദി വീഡിയോ. ആദ്യം തന്നെ ഒരു കപ്പ് പാലങ്ങ് തിളപ്പിക്കുക. നമ്മൾ ഒരു കപ്പ് ഡേറ്റ്സ് കൂടെ എടുത്തിട്ടുണ്ട്. കുരു കളഞ്ഞാണ് എടുത്തിട്ടുള്ളത്. ഈ ഡേറ്റ്സിലേക്ക് ചൂടുപാലൊഴിച്ച് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുക. ഡേറ്റ്സ് നന്നായി കുതിരണം, എന്നാലേ അരിഞ്ഞു കിട്ടൂ. ഡേറ്റ്സ് നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ച് ഫൈൻ പേസ്റ്റ് ആയിട്ട് എടുക്കാം. ഇതാ കണ്ടോ, ഇതുപോലെ നന്നായി ഫൈൻ പേസ്റ്റ് ആയിട്ട് അരിഞ്ഞു കിട്ടണേ. ഇനി ഇതൊരു ബൗളിലാക്കി മാറ്റി വെക്കാം. ഇനി അരക്കപ്പ് മൈദ, അരക്കപ്പ് റാഗിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് സിനമൺ എന്നിവ എടുത്ത് നന്നായി സീവ് ചെയ്ത് മിക്സ് ആക്കി മാറ്റി വെക്കുക. ഇനി ഒരു എഗ് എടുത്ത് പൊട്ടിച്ച് 1 പിഞ്ച് സോൾട്ടും കൂടി ആഡ് ചെയ്ത് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. നന്നായിട്ട് പതിഞ്ഞു കിട്ടണം. ഇനി ഒരു 1/4 കപ്പ് ബട്ടർ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ശേഷം അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഡേറ്റ്സ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു 1/4 കപ്പ് പാല് കൂടി എടുത്ത് കുറേശ്ശെ ആഡ് ചെയ്ത് ഒന്ന് ലൂസാക്കി ഈ കാണുന്ന കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ബദാം, പിസ്ത, കാഷ്യൂ എന്നിവ ചോപ്പ് ചെയ്ത് ഒരു 1/4 കപ്പ് ഈ ബാറ്ററിലേക്ക് ആഡ് ചെയ്യുക. ഇനി കേക്ക് ടിൻ റെഡിയാക്കുന്നതിനായിട്ട് 6 ഇഞ്ച് വലുപ്പമുള്ള കേക്ക് ടിന്നാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ബട്ടർ ഗ്രീസ് ചെയ്ത് മൈദ ഡസ്റ്റ് ചെയ്ത് എടുക്കുക. ഓർ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യുക. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് ടാപ്പ് ചെയ്ത് എടുക്കുക. വേണമെങ്കിൽ നട്ട്സ് വെച്ച് അലങ്കരിക്കാം. ഞാനൊരു അലൂമിനിയം പാത്രമാണ് ഓവൻ സെറ്റപ്പ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ ഒരു 45 തൊട്ട് 1 മണിക്കൂർ വരെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഒരു 150 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലാക്കുക. അതിന്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കാം. നല്ല ഗ്ലോസി ആയിട്ട് ഗനാഷ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്ക്വയർ വെച്ച് കുത്തി നോക്കിയപ്പോൾ ബാറ്ററി പറ്റി പിടിക്കുന്നില്ല. ഇതാണ് പരുവം. തണുത്തു കഴിയുമ്പോൾ ഡീമോൾഡ് ചെയ്തെടുക്കാം. നന്നായി വെന്ത കേക്ക് ആണെങ്കിൽ പെട്ടെന്ന് ഡീമോൾഡായി കിട്ടും. ഇതൊരു ഗൂയി ടെക്സ്ചർ ഉള്ള കേക്കാണ്. ഇനി ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ അവിടെ ഒരു സിമ്പിൾ ആയിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. കേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസ് കാണാൻ ഫോളോ ദിസ് ചാനൽ. See you with next video. Bye.